100 വർഷങ്ങൾക്ക് മുന്നേ വരെ മീനും കടലിലെ മുത്തുകളും കച്ചവടം ചെയ്തിരുന്ന ജനതയായിരുന്നു ദുബൈയിലേത്. അബുദാബിയിൽ നിന്ന് മല്ലിട്ട് സ്വതന്ത്രമായ പ്രദേശം. ഇന്ന് ദുബൈ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്? ബുർജ് ഖലീഫ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം, അല്ലെങ്കിൽ എമറൈറ്റ്സ്, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര വിമാന കമ്പനി. അങ്ങനെ ആഡംബരങ്ങളുടെ അവസാന വാക്കാണ് ദുബൈ. ഒരു ദരിദ്ര നാടെന്ന ഖ്യാതിയിൽ നിന്ന് അന്താരാഷ്ട്ര കമ്പനികളടക്കം ബിസിനസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്ന നഗരമായി ദുബായ് മാറിയതിന് പിന്നിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. സാധാരണ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ വളർച്ചയെപ്പറ്റി പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യം അവർക്ക് ഓയിലുണ്ടല്ലോ, എണ്ണയുണ്ടല്ലോ എന്നെല്ലാമാണ്. എന്നാൽ എണ്ണയാണോ ദുബൈയുടെ വളർച്ചയുടെ പ്രധാന കാരണം? ദുബൈയുടെ GDPയുടെ 95% എണ്ണ ഇതര വരുമാനത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദുബൈയുടെ വളർച്ച നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രസക്തമായിട്ട് മാറുന്നത്. നിങ്ങൾ എവിടെ നിന്നാണ് വീഡിയോ കാണുന്നത് എന്ന കാര്യം ഒന്ന് കമൻറ്റിൽ എഴുതൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ദുബൈയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് 1820കളിലാണ്. അന്നത്തെ കാലത്ത് ദുബായ്, അബുദാബി എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് പലതരം ഗോത്ര തലവന്മാരായിരുന്നു. ഈ ട്രൈബ്സ്, അതായത് ഗോത്രങ്ങളുടെ തലവന്മാർ, ഷെയ്ഖ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഓരോ പ്രദേശവും അറിയപ്പെട്ടിരുന്നത് ഷെയ്ഖ്ഡം എന്ന പേരിലുമായിരുന്നു. അന്നത്തെ കാലത്ത് ദുബൈയും അബുദാബിയും ഒരേ ഭരണാധികാരികൾക്ക് കീഴിലുള്ള പ്രദേശമായിരുന്നു. 1830കളിൽ ദുബൈയിലെ അൽ ബു ഫലസാഹ് എന്ന ഗോത്രം അബുദാബിയുടെ അധികാരത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു. അറബി പേരുകൾ ഉച്ചരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഉച്ചാരണ പിഴവുകൾ സംഭവിച്ചേക്കാം. എങ്കിലും കടിച്ചു പിടിച്ച് പറഞ്ഞാൽ ഷെയ്ഖ് മക്തൂം ബിൻ ബുത്തി, ഒബൈദ് ബിൻ സെയ്ദ് എന്നീ 2 നേതാക്കൾ ദുബൈയുടെ പുതിയ ഭരണാധികാരികളായിട്ട് മാറി. എന്നാൽ ദുബൈ സ്വതന്ത്രമായി 3 വർഷത്തിനുള്ളിൽ തന്നെ ഒബൈദ് ബിൻ സെയ്ദ് മരണപ്പെടുകയും ദുബൈയുടെ അധികാരം പൂർണ്ണമായിട്ടും ഷെയ്ഖ് മക്തൂം ബിൽ ബുത്തിയുടെ കൈവശം എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ അന്നു മുതൽ ദുബായ് അൽ മക്തൂം എന്ന രാജവംശത്തിൻ്റെ കീഴിലായിട്ട് മാറി. ഇനി പറയാൻ പോകുന്നത് ഈ രാജവംശത്തിന് കീഴിൽ അഭിവൃദ്ധി പ്രാപിച്ച ദുബൈയുടെ അമ്പരപ്പിക്കുന്ന കഥയാണ്. അത് പറയുന്നതിന് മുന്നേ പ്രവാസി സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാസികളുടെ കുടുംബത്തിന് വേണ്ടി പ്രവാസികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഒരു NRI ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നതാണ്. ഇത് വളരെ വില കുറഞ്ഞ, ഉപകാരം ഏറ്റവും കൂടിയ ലൈഫ് ഇൻഷുറൻസുകളാണ്. ഇന്ത്യയിൽ ഒരുപാട് പ്രമുഖ കമ്പനികൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ NRI ടേം ഇൻഷുറൻസ് നോക്കി തന്നെ എടുത്തു വെക്കണം. അതിനുവേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ 820 രൂപ മാസമടവിന് 2 കോടി വരെ ലഭിക്കുന്ന പദ്ധതികൾ കാണാം. പക്ഷേ ഇനിയും വൈകിപ്പിക്കരുത്. കാത്തിരുന്നാൽ കുറഞ്ഞ തുകയ്ക്ക് കിട്ടുന്നത് ഇനി ഇല്ലാതാവും. കാരണം പ്രീമിയം നല്ല രീതിയിൽ ഇപ്പോൾ കൂടുന്നുണ്ട്. പിന്നെ ഈ ടേം ഇൻഷുറൻസ് എല്ലാവർക്കും കമ്പനികൾ കൊടുക്കുന്ന ഒന്നല്ല. വിദ്യാഭ്യാസം, പ്രായം, വരുമാനം ഒക്കെ നോക്കിയിട്ടാണ് കൊടുക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് കിട്ടാൻ യോഗ്യത ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ഒരെണ്ണം എടുത്തു വെക്കണം. നമ്മൾ മരണപ്പെട്ടാലും ക്യാൻസർ പോലുള്ള 59ഓളം ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാലും ഒക്കെ സർക്കാരിൻ്റെ 5-10 ലക്ഷം ഒന്നും ആവണമെന്നില്ല. കുടുംബത്തിന് അത് വലിയ ബാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ എന്താണെങ്കിലും നമ്മൾ എടുത്തു വെക്കണം. പല പ്ലാനിനും 85 വയസ്സ് വരെയും 100 വയസ്സ് വരെയൊക്കെ കവറേജ് ഉണ്ടാവും. എത്രയും പെട്ടെന്ന് എടുത്തു വെച്ചാൽ അതേ കുറഞ്ഞ പ്രീമിയം തന്നെ അവസാനം വരെ അടച്ചാലും മതി. പക്ഷേ താരതമ്യം ചെയ്ത് മികച്ച കമ്പനി നോക്കിയെടുക്കണം. അത്തരത്തിൽ 51ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് താരതമ്യം ചെയ്ത് GST വെയ്വർ അടക്കം നേടി 23% വരെ കുറഞ്ഞ പ്രീമിയത്തിന് ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ട ലിങ്കാണ് കമൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇതുവഴി കാലാവധി കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അടച്ച പണം തിരിച്ചു കിട്ടുന്നതും കിട്ടാത്തതും തുടങ്ങിയ എല്ലാ തരവും എളുപ്പത്തിൽ താരതമ്യം ചെയ്യാം. എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ദുബായ് ഉൾപ്പെടുന്ന പേർഷ്യൻ ഗൾഫ് മേഖല ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചരക്ക് ഗതാഗത പാതയാണ്. ചരിത്രം നോക്കിയാലും അതങ്ങനെ തന്നെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് കപ്പലുകളടക്കം പേർഷ്യൻ ഗൾഫ് മേഖലകളെ ആശ്രയിച്ചിരുന്നു. എന്നാൽ അന്നത്തെ കാലത്തൊക്കെ ബ്രിട്ടീഷ് കപ്പലുകൾ പലപ്പോഴും കടൽ കൊള്ളകൾക്ക് വിധേയമാവുമായിരുന്നു. അതൊരു പതിവ് കാഴ്ച തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ബ്രിട്ടൻ ആ സമയത്ത് തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ കടലിൽ നിന്നുള്ള മത്സ്യബന്ധനവും പേൾ, അതായത് വിലപിടിപ്പുള്ള മുത്തുകളുടെ കച്ചവടവുമായിരുന്നു അന്ന് പേർഷ്യൻ ഗൾഫ് മേഖലകളിലെ ദുബായ് അടക്കമുള്ള പ്രദേശങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. പേർഷ്യൻ ഗൾഫ് മേഖല ഒരു പ്രധാന ട്രേഡ് റൂട്ട് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഘർഷങ്ങളോ കടൽ കൊള്ളയോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രിട്ടന് അത് വലിയ തലവേദനയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് സന്ധി ചെയ്യാൻ ബ്രിട്ടൻ ആ സമയത്ത് തീരുമാനത്തിലെത്തുകയാണ്. ഇത്തരത്തിൽ ബ്രിട്ടൻ്റെ ചരക്ക് കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള സംഘർഷങ്ങളിലും ഏർപ്പെടില്ല എന്നുള്ള ഒരു കരാറിൽ ദുബായ്, ഷാർജ, അബുദാബി, ഫുജൈറ, അൽ കുവൈൻ, അജ്മാൻ, റാസൽ ഖൈമ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ ഒപ്പുവെച്ചു. നമുക്ക് ചിന്തിച്ചാൽ അറിയുന്നത് പോലെ തന്നെ കടലിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ മുത്തുവാരാനും മീൻ പിടിക്കാനും ഒന്നും തൊഴിലാളികൾക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ കരാറിൽ ഒപ്പുവെക്കുന്നതിന് ആ പ്രദേശങ്ങളിലെ അറബ് ഭരണാധികാരികൾക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഇതിൻ്റെ എല്ലാം കൂടെ ഈ സന്ധി ചെയ്തതിന് പ്രത്യുപകാരം എന്നതിൻ്റെ പേരിൽ ഈ പ്രദേശങ്ങളെ സൈനികപരമായിട്ട് സംരക്ഷിക്കാമെന്നും അവിടുത്തെ ഭരണാധികാരികളുടെ അധികാരം ഉറപ്പാക്കാമെന്നും
ബ്രിട്ടൻ വാക്ക് നൽകുന്നുമുണ്ട്. ട്രൂഷ്യൽ സ്റ്റേറ്റ് എന്നാണ് ബ്രിട്ടനോട് സന്ധി ചെയ്ത ഈ പ്രദേശങ്ങളുടെ കൂട്ടായ്മ അറിയപ്പെട്ടത്. ഇതേ ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് തന്നെയാണ് പിന്നീട് നമ്മൾ നോക്കിയാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയിട്ട് മാറിയിട്ടുള്ളതും. എന്താണെങ്കിലും 1892 ഈ കരാർ ഒന്നുകൂടെ ശക്തമാകുന്നുണ്ട്. ആ സമയത്ത് റഷ്യയും ഫ്രാൻസും പേർഷ്യൻ ഗൾഫ് പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. ഇത് ട്രൂഷ്യൽ സ്റ്റേറ്റ്സിന് വെല്ലുവിളിയായ സമയത്ത് ദുബായ് അടക്കമുള്ള പ്രദേശങ്ങളെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക ആക്രമണങ്ങൾ വന്നാലും തങ്ങൾ സംരക്ഷിക്കാമെന്നുള്ള ഉറപ്പാണ് ബ്രിട്ടൻ വാഗ്ദാനം ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ബ്രിട്ടൻ ഒഴികെ മറ്റാർക്കും ഈ പ്രദേശം ഉപയോഗപ്പെടുത്താനോ ബ്രിട്ടൻ്റെ അനുമതിയില്ലാതെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഈ രാജ്യങ്ങൾക്ക് സന്ധിയിലേർപ്പെടാനോ പാടില്ല എന്നുള്ള നിബന്ധനയും വെച്ചിരുന്നു. ഇത് 1892 നമ്മൾ മുകളിൽ പറഞ്ഞ പുതുക്കിയ കരാറിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ദുബായ് അടക്കമുള്ള ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് ബ്രിട്ടനോട് മാത്രം കൂറു പുലർത്തണം എന്നതായിരുന്നു കരാറിൻ്റെ ചുരുക്കം. മറ്റ് സൈനിക ശക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ ട്രൂഷ്യൽ സ്റ്റേറ്റ്സിനും ഇതെല്ലാം അംഗീകരിക്കേണ്ടിയും വന്നു. എന്തായാലും കരാർ കാരണം 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ബ്രിട്ടൻ പേർഷ്യൻ ഗൾഫ് മേഖലകളിലെ തങ്ങളുടെ സ്വാധീനം വളരെയധികം ശക്തമാക്കി മാറ്റുന്നുണ്ട്. 1901 പക്ഷേ ദുബായിയുടെ തലവര മാറ്റുന്ന ഒരു നടപടിയാണ് മക്തൂം ബിൻ ഹഷർ അൽ മക്തൂമിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ദുബായ് അദ്ദേഹം ഒരു ഫ്രീ പോർട്ടായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഫ്രീ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി നടക്കുന്ന ഇറക്കുമതിക്കോ കയറ്റുമതിക്കോ ഒന്നും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പ്രഖ്യാപനത്തോടു കൂടി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഗതാഗത കമ്പനിയായ ബോംബെ ആൻഡ് പേർഷ്യ നേവിഗേഷൻ കമ്പനിയുടേതടക്കം ധാരാളം ചരക്ക് കപ്പലുകൾ ദുബായിലൂടെ കടന്നു പോകാൻ ആരംഭിച്ചു. 1906 മാത്രമായിട്ട് ഈ കമ്പനിയുടെ 70,000 ടൺ വരുന്ന കാർഗോ ദുബായ് പോർട്ടിലൂടെ കടന്നുപോയി. അങ്ങനെ പതിയെ പതിയെ ദുബായ് വലിയൊരു ട്രേഡ് റൂട്ടിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് മാറുകയായിരുന്നു. എന്നാൽ പിന്നെയും പ്രതിസന്ധികൾ ദുബായിക്ക് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1908 നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ കൊടുങ്കാറ്റുണ്ടായ സമയത്ത് ദുബായ് തീരത്തെ തൊഴിലാളികളുടെ ബോട്ടുകൾ കൂട്ടത്തോടെ നശിച്ചു പോയിരുന്നു. ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള മുത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതോടെ കടലിൽ നിന്നും നാച്ചുറലായി ലഭിക്കുന്ന മുത്തുകളുടെ ഡിമാൻഡ് ലോകത്ത് വളരെയധികം കുറഞ്ഞു വന്നു. ഇതെല്ലാം വഴി ദുബായിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം പലപ്പോഴും ഇല്ലാതായിരുന്നു. അറബ് ലോകത്ത് ചടുലമായ മാറ്റങ്ങൾ പിന്നെയും നടക്കുന്നുണ്ട്. 1930 ബഹ്റിൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ എണ്ണ ശേഖരം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശ കമ്പനികൾ കൂടുതൽ എണ്ണ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ദുബായ്, അബുദാബി പോലുള്ള പ്രദേശങ്ങളിലും വ്യാപിപ്പിക്കുകയാണ്. പക്ഷേ നിരാശയായിരുന്നു ഫലം. അവർക്കൊന്നും അവിടങ്ങളിൽ എണ്ണ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ദുബായിലോ അബുദാബിയിലോ ആ സമയത്ത് എണ്ണ കണ്ടെത്താനായില്ല എന്ന് മാത്രമല്ല, അതേസമയം 1938 സൗദി അറേബ്യയിൽ എണ്ണ ശേഖരം കണ്ടെത്തുകയും 1940കളിൽ ഓയിൽ കയറ്റുമതി ചെയ്യാനാവശ്യമായ പൈപ്പ് ലൈൻ അടക്കം, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം അവിടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അയൽ രാജ്യങ്ങൾ വലിയ രീതിയിൽ വികസിച്ച് വരികയാണ്. ഇതേ സമയത്ത് ദുബായ്ക്ക് എണ്ണ കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എണ്ണ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിദേശ കമ്പനികൾ ദുബായിലടക്കം വീണ്ടും ആരംഭിക്കുകയാണ്. 1958 അബുദാബിയിൽ അങ്ങനെ ആദ്യമായിട്ട് എണ്ണ ശേഖരം കണ്ടെത്തി. ദുബായിൽ എണ്ണ ശേഖരം കണ്ടെത്താൻ 1966 വരെ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ അബുദാബിയിലെ പോലെ വലിയ അളവിലുള്ള എണ്ണ ശേഖരം അപ്പോഴും ദുബായിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് UAEയുടെ മൊത്തം എണ്ണ ശേഖരത്തിൻ്റെ 96% അബുദാബിയിലാണ്. എന്നാൽ ദുബായിൽ വളരെ വളരെ കുറവാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശേഖരങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ UAE 7ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. എന്താണെങ്കിലും പല ഗൾഫ് രാജ്യങ്ങളിലും വളരെ വലിയ രീതിയിൽ എണ്ണ കണ്ടെത്തി, അവരുടെ വരുമാനം വർദ്ധിച്ചു, ശക്തിയും വർദ്ധിക്കുകയാണ്. ഈ സമയത്ത് പഴയ കരാർ ഇനിയും തുടരേണ്ട ആവശ്യമുണ്ടോ? അതായത് തങ്ങളുടെ സ്വയം സംരക്ഷണത്തിന് വേണ്ടി ബ്രിട്ടനെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതേ ചോദ്യം തന്നെ അറബ് ഭരണാധികാരികൾ സ്വയം ചോദിക്കുകയും അവരൊരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ്. ഇനി ബ്രിട്ടനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ ബ്രിട്ടൻ്റെ കാര്യം നോക്കിയാലും 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്പത്തികമായും സൈനികമായും ശക്തി ക്ഷയിച്ച ഒരു രാജ്യമാണ്. കോളനികൾ സംരക്ഷിക്കുന്നതിനുള്ള ചെലവ് അമിത ബാധ്യതയായിട്ട് തീർന്നിട്ടുള്ള ഒരു രാജ്യമാണ്. ആ കാരണത്താൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള സൈനിക സംരക്ഷണം പിൻവലിക്കാൻ ബ്രിട്ടനും തീരുമാനിച്ചിരുന്നു. മുൻപ് ബ്രിട്ടൻ്റെ സൈനിക സംരക്ഷണത്തിലുണ്ടായിരുന്ന 1800കളിൽ ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്ന് 1971 അങ്ങനെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന പുതിയൊരു സ്വതന്ത്ര രാജ്യം രൂപീകരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ള അബുദാബി നഗരം തന്നെ UAEയുടെ തലസ്ഥാനമായിട്ട് അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അന്നത്തെ അബുദാബിയുടെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ UAEയുടെ ആദ്യ പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ടു. അന്നത്തെ ദുബായിയുടെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂം UAEയുടെ പ്രധാനമന്ത്രിയായും അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാലും
ദുബൈയുടെ ഭരണാധികാരികളായ മക്തൂം രാജവംശത്തിലെ അനന്തരാവകാശികളാണ് UAEയുടെ പ്രധാനമന്ത്രിയാവുന്നതും അബുദാബിയുടെ ഭരണകർത്താക്കളായ നഹ്യാൻ രാജവംശത്തിലെ അനന്തരാവകാശികളാണ് UAEയുടെ പ്രസിഡന്റ് ആകുന്നതും. 1966 എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ ദുബായിൽ എണ്ണ ശേഖരം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ദുബൈയുടെ GDPയുടെ 30 മുതൽ 50% വരെ എണ്ണയിൽ നിന്നുള്ള വരുമാനമായിരുന്നു. എന്നാൽ അന്ന് ദുബൈക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ അബുദാബിയുടെ അത്രത്തോളം വലിയ അല്ലെങ്കിൽ അത്രത്തോളം എണ്ണ സമ്പന്നമായ ഒരു പ്രദേശമായിരുന്നില്ല ദുബായ്. അതുകൊണ്ട് തന്നെ എണ്ണ കൊണ്ട് ഏറെ നാളുകൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഭരണാധികാരികൾ മുൻകൂട്ടി മനസ്സിലാക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? എണ്ണയിൽ നിന്ന് നേടുന്ന വരുമാനം ഉപയോഗിച്ച് സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ഡൈവേഴ്സിഫൈ ചെയ്യാനും അവർ തീരുമാനിക്കുകയാണ്. അതായത് എണ്ണയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് ബിസിനസ്, ടൂറിസം തുടങ്ങിയ വ്യത്യസ്ത മേഖലകൾ വളർത്തുന്നതിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുകയാണ്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ദുബായ്. അതുകൊണ്ട് തന്നെ ദുബായിൽ പോർട്ടുകൾ വഴിയുള്ള വ്യാപാരത്തിന് വലിയ സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ 1970കളിൽ ദുബൈയിലെ ഏറ്റവും വലിയ പോർട്ടായ ജബൽ അലി പോർട്ടിന്റെ നിർമ്മാണവും ആരംഭിച്ചു. കൂടുതൽ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന വലിയ കപ്പലുകൾക്കായി കടലിൽ നിന്നും മണൽ നീക്കം ചെയ്തിട്ടാണ് ആഴക്കടലിൽ ഈ പോർട്ട് നിർമ്മിച്ചത്. അതായത് ദീർഘവീക്ഷണത്തോടെ തന്നെയാണ് ഈ പോർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചതും അത് പൂർത്തീകരിച്ചതും. ദുബൈയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ലോകോത്തര ഷിപ്പിംഗ് സേവനങ്ങൾ നൽകാൻ പ്രാപ്തമാണ് അന്നും ഇന്നും ജബൽ അലി പോർട്ട്. ഈ പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 10,000 സ്ക്വയർ കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന കൂളിംഗ് ഫെസിലിറ്റി അടക്കമുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക താപനിലയിൽ സംരക്ഷിക്കേണ്ടി വരുന്ന പല ഉൽപ്പന്നങ്ങളും, ഉദാഹരണത്തിന് മരുന്നുകൾ നോക്കിയാലും ചോക്ലേറ്റ്സ് നോക്കിയാലും കോസ്മെറ്റിക്സ് നോക്കിയാലും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ സ്റ്റോർ ചെയ്യാനുള്ള പ്രത്യേക സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ തിരക്കേറിയ 10 പോർട്ടുകളിലൊന്നാണ് ജബൽ അലി. ഏത് കാലഘട്ടത്തിലാണ് ദീർഘവീക്ഷണത്തോടെ ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കിയത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. എന്തായാലും കടൽ വഴിയുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ദുബായ് ഭരണാധികാരികളുടെ അടുത്ത ലക്ഷ്യം ദുബായിയെ ഒരു ബിസിനസ് സൗഹാർദ്ദ നഗരമാക്കി മാറ്റുക എന്നതായിരുന്നു. അതിനുവേണ്ടി നഗരത്തിലുടനീളം ഫ്രീ സോണുകൾ അവർ തുടങ്ങുകയാണ്. ഫ്രീ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിശ്ചിത പ്രദേശത്ത് ലോകത്തെ വിവിധ കമ്പനികൾക്ക് വന്ന് ബിസിനസ് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് പോലും വന്ന് ബിസിനസ് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ചില പ്രത്യേക ഇളവുകളുണ്ടാവും. എന്ന് വെച്ചാൽ വിദേശീയരായ ആളുകൾക്ക് പൂർണ്ണമായും ഓണർഷിപ്പുള്ള കമ്പനികൾ വേണമെങ്കിലും ഇവിടെ തുടങ്ങാൻ പറ്റുന്നതാണ്. ചില രാജ്യങ്ങളിൽ നമ്മൾ നോക്കിയാൽ ആ രാജ്യത്തെ വ്യക്തികളുടെ പങ്കാളിത്തം കൂടി ഉണ്ടെങ്കിലേ ബിസിനസ് തുടങ്ങാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള നിബന്ധനകൾ ഒന്നുമില്ലാത്തതാണ് ഫ്രീ സോൺ എന്നറിയപ്പെടുന്നത്. അതുകൂടാതെ ഇമ്പോർട്ട്, എക്സ്പോർട്ട് ടാക്സ് ഇതുപോലുള്ള കോർപ്പറേറ്റ് ടാക്സുകൾ ഒന്നും തന്നെ ഈ സോണിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ബാധകമായിരിക്കില്ല. കമ്പനിയിൽ നിന്നുള്ള മുഴുവൻ ലാഭവും നികുതി കൊടുക്കാതെ കമ്പനി ഉടമകൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ ഇത്തരം ഇളവുകൾ ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ വലിയ കമ്പനികൾ ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങാൻ തയ്യാറാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ടാക്സ് ഒന്നും മേടിക്കാതെ ബിസിനസ് നടത്താനുള്ള സൗകര്യം കൊടുക്കുന്നതുകൊണ്ട് ദുബായ്ക്ക് എന്താണ് ലാഭം? സ്വാഭാവികമായിട്ടും ഈ ഒരു സംശയം നമുക്ക് വന്നേക്കാം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഇങ്ങനെ ഫ്രീ സോണുകൾ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം ഭാവിയിലേക്ക് വേണ്ടി ഒരു ബിസിനസ് എക്കോസിസ്റ്റം വളർത്തിയെടുക്കുക എന്നതാണ്. പെട്ടെന്ന് വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല പല രാജ്യങ്ങളും ഇത്തരത്തിൽ ഫ്രീ സോണുകൾ അനുവദിക്കുന്നത്. എന്തായാലും ഈ തീരുമാനം വളരെ വലിയ രീതിയിൽ വിജയിച്ചു എന്ന കാര്യം ഇപ്പോൾ തന്നെ ദുബൈയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പല വമ്പൻ കമ്പനികളും ദുബായിൽ ബിസിനസ് തുടങ്ങാൻ ആരംഭിച്ചു. ഇങ്ങനെ ബിസിനസ് സൗഹാർദ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ഒരു ടൂറിസം ഹബ്ബാക്കാനുള്ള ശ്രമങ്ങളും ദുബൈയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. 50 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയെ എങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും? ദുബൈയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. 6000 ടൺ മഞ്ഞ് ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്കൈസ്കൂപ്പ് നിർമ്മിക്കുന്നത് മുതൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫ വരെയുള്ള ഉദാഹരണങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ധാരാളമുണ്ട്. ആഡംബര ഹോട്ടലുകൾ, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, അണ്ടർ വാട്ടർ സൂസ്, കൾച്ചറൽ മ്യൂസിയം എന്നിങ്ങനെ സന്ദർശകരെ ആകർഷിക്കുന്ന ഒട്ടനവധി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ട് ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറാനും ദുബായ്ക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ദുബായ് അന്നേ എടുത്ത തീരുമാനങ്ങളാണ് ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 2020 കണക്കെടുത്ത് പരിശോധിച്ചാൽ 9.23 മില്യണോളം വിദേശ സഞ്ചാരികൾ എത്തിയ സ്ഥാനത്ത് ഡൽഹിയേക്കാൾ 42 മടങ്ങോളം ചെറുതായിട്ടുള്ള ഒരു നഗരത്തിൽ, അതായത് ദുബായിൽ 2023 മാത്രം എത്തിയത് 17 മില്യൺ വിദേശ സഞ്ചാരികളാണ്. ഇന്ത്യയിൽ വരുന്നതിനേക്കാൾ ഏകദേശം 5 ഇരട്ടി സഞ്ചാരികൾ. 2023 നമുക്കറിയുന്നത് പോലെ പാരീസ്, ഹോങ്കോങ്, ബാങ്കോക്ക് എന്നീ ലോകത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെ പിന്തള്ളി ദുബായ് 3ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. 2016 കണക്ക് നോക്കിയാൽ UAEയുടെ മൊത്തം GDPയുടെ 11%
ടൂറിസത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനം. എന്നാൽ 2026 ഇത് 20% വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊന്ന് കണക്കുകൾ പരിശോധിച്ചാൽ ടൂറിസ്റ്റുകൾക്ക് ഒരു ദിവസം തങ്ങാൻ ടൂറിസ്റ്റ് ടാക്സിന് പുറമെ സർവീസ് ചാർജസും മുനിസിപ്പൽ ടാക്സും വാറ്റ് മുതലായ ചാർജുകൾ നൽകേണ്ടതാണ്. കൂടാതെ ദുബായ് സന്ദർശിച്ച് തിരിച്ചു പോകുമ്പോൾ 75 ദിർഹംസ്, അതായത് 1700 ഇന്ത്യൻ രൂപ ഡിപ്പാർച്ചർ ടാക്സ് ആയിട്ട് നൽകേണ്ടതാണ്. പിന്നെ ആ രാജ്യത്താണ് സന്ദർശകർ ധാരാളം പണം ചെലവഴിക്കുന്നത്. അവർ യാത്ര പോകണമെങ്കിലോ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിലോ ഒക്കെ ആ രാജ്യത്ത് തന്നെയാണ് അവരുടെ പണം ചെലവാക്കുന്നത്. 2018 കാര്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സന്ദർശകർ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച നഗരമായിട്ട് ദുബായ് മാറിയിരുന്നു. ദുബായിൽ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ദുബായിൽ നമ്മൾ സമ്പാദിക്കുന്ന പണത്തിന് ഇൻകം ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മുടെ റെൻറ്റിൻ്റെ 5% ഹൗസിംഗ് ഫീ, അതുപോലെ 10 ദിർഹം നോളജ് ഫീ, ഇന്നൊവേഷൻ ഫീ എന്നിങ്ങനെ പല ചാർജുകളും ദുബായ് ഗവൺമെൻറ് ഈടാക്കുന്നുണ്ട്. അത് ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ്. ഇനി ദുബായിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന കാര്യം മാത്രം നമ്മളൊന്ന് പരിഗണിച്ചാൽ അത് തന്നെ വളരെ ചിലവേറിയ ഒരു കാര്യമാണ്. 4500 മുതൽ 7500 ദിർഹംസ്, അതായത് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയൊക്കെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രം വേണ്ടി വരും. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴും ശ്രദ്ധിച്ച് ഓടിക്കണം. നല്ല രീതിയിലുള്ള ഫൈനുകളെല്ലാം ദുബായിലുണ്ട്. ഓവർ സ്പീഡ് ആയാൽ 600 മുതൽ 3000 ദിർഹംസ് വരെ ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥയുണ്ട്. ഫൈനൊക്കെ ഒരു വരുമാനമാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളെപ്പോലെ 500 രൂപ കൈമടക്ക് കൊടുത്ത് ഊരി വരാൻ പറ്റുന്ന സാഹചര്യമൊന്നും ദുബായിലില്ല. 2018 ഒരു ബ്രിട്ടീഷ് പൗരൻ 4 മണിക്കൂർ ഓവർ സ്പീഡായിട്ട് വണ്ടി ഓടിച്ചതിന് 1,75,000 ദിർഹംസ് എന്ന് വെച്ചാൽ 30 ലക്ഷത്തോളമാണ് ഫൈനായിട്ട് അവിടെ നൽകേണ്ടി വന്നത്. ദുബായ് ഒരു ഫ്രീ സോൺ ആണ് എന്ന കാര്യം നമുക്കറിയാം. പല കമ്പനികൾക്കും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും അതും കമ്പനികൾ തുടങ്ങുന്നതും ദുബായ്ക്ക് വലിയ രീതിയിലുള്ള വരുമാനം തന്നെയാണ്. അവിടെ ഒരു കമ്പനിയുടെ ലൈസൻസ് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് 12,900 ദിർഹമെങ്കിലും കൊടുക്കേണ്ടി വരും. ഇന്ത്യൻ റുപ്പീസിൽ കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം 4 ലക്ഷത്തോളം രൂപയാണ് ഒരു കമ്പനി തുടങ്ങാനുള്ള പ്രാരംഭഘട്ട ചെലവ് തന്നെ. ഇനി മദ്യവും ദുബായിയുടെ ഒരു പ്രധാന വരുമാന മാർഗമായിട്ട് കണക്കാക്കാവുന്നതാണ്. മദ്യം ദുബായിൽ അനുവദനീയമാണ്, പക്ഷേ പൊതുസ്ഥലത്ത് മദ്യപാനം പാടില്ല. റെസ്റ്റോറൻറ്റ്സ്, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ മദ്യപിക്കാൻ അവസരവുമുണ്ട്. മദ്യത്തിന് 50% ഇമ്പോർട്ട് ടാക്സും 30% സെയിൽസ് ടാക്സും എല്ലാം ഉണ്ട്. ടാക്സ് ഇല്ലാത്ത ഐറ്റം അല്ല മദ്യം എന്ന കാര്യം ഓർക്കണം. പിന്നെ പെപ്സി, കൊക്കക്കോള തുടങ്ങിയ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ കാര്യം നോക്കിയാൽ 50% വരെ ഇമ്പോർട്ട് ടാക്സും ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടാക്സുകളിൽ നിന്നും ഫൈനുകളിൽ നിന്നും ഒക്കെ ദുബായ്ക്ക് കിട്ടുന്ന വരുമാനവും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തൊന്നും UAEയിൽ ഇൻകം ടാക്സ് ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശമില്ല എന്നാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അവർക്കതിൻ്റെ ആവശ്യമില്ല എന്ന കാര്യം ഈ കണക്കുകൾ പറഞ്ഞപ്പോൾ നമുക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ദുബായിയെ പറ്റി പറയുന്ന സമയത്ത് എമിറേറ്റ്സ് എയർലൈൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ ആർക്കും സാധിക്കുന്നതല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള വിമാന കമ്പനികളിലൊന്നാണ് എമിറേറ്റ്സ്. ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം ലാഭമുണ്ടാക്കുന്ന 10 എയർലൈൻസ് കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നായിട്ടും എമിറേറ്റ്സ് എയർലൈൻസിനെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്തായാലും എമിറേറ്റ്സ്, പോർട്ടുകൾ, ബിസിനസ്, മറ്റ് കമ്പനികൾ, ടൂറിസം ഇവയൊക്കെ വളർന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടെ ഇവയെല്ലാം വളർത്തിയെടുത്തതുകൊണ്ട് തന്നെ എണ്ണയെ ആശ്രയിക്കാതെ ഒരു സാമ്പത്തികപരമായ വളർച്ച നേടാൻ ദുബായ്ക്ക് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എണ്ണയെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തി ദുബായ്ക്ക് ഒരു വളർച്ച ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും സത്യമാണ്. കാരണം 1970കളിൽ എണ്ണയിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് തുടക്കത്തിൽ ഇത്തരം വികസനങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം. പിന്നീട് വർഷങ്ങൾ ചെല്ലുന്തോറും എണ്ണ വരുമാനം കുറഞ്ഞു, എണ്ണയിൽ നിന്നല്ലാതെയുള്ള വരുമാനം പടിപടിയായിട്ട് കൂടാൻ തുടങ്ങി. പക്ഷേ ചിലപ്പോഴൊക്കെ പരോക്ഷമായെങ്കിലും ദുബായിയുടെ രക്ഷകനായിട്ട് എണ്ണ മാറിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് 2008 ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ സമയത്ത് ദുബായിയുടെ രക്ഷയ്ക്കെത്തിയത് അബുദാബിയാണ്. ഇതിനുവേണ്ടി ഉപയോഗിച്ചത് എണ്ണയിൽ നിന്ന് ലഭിച്ച പണം തന്നെയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. എന്താണെങ്കിലും ദുബായ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ എങ്ങനെ വന്നു എന്ന കാര്യം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അഭിപ്രായം പറയണം. അഭിപ്രായം പറയുന്ന സമയത്താണ് കൂടുതൽ വീഡിയോ നിർമ്മിക്കാനുള്ള ഒരു ആത്മവിശ്വാസവും താല്പര്യവും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട. എലിജിബിലിറ്റി അഥവാ യോഗ്യത ഉണ്ട് എങ്കിൽ പ്രവാസികൾ നിർബന്ധമായിട്ടും ഒരു NRI ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. ചായ കുടിക്കുന്നത് പോലുള്ള ചെറിയൊരു പണം മാറ്റിവെച്ചാൽ മനസമാധാനവും കുടുംബത്തിൻ്റെ സുരക്ഷയും നമുക്ക് ഉറപ്പുവരുത്താം. വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ട ലിങ്കും കാര്യങ്ങളുമാണ് കമൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.